ഞാനിന്ന് കാണിക്കുന്നത് ഒരു CI എഞ്ചിൻ ക്ലാസിക് ക്രോമിലേക്ക് കൺവേർട്ട് ചെയ്ത വണ്ടിയാണ് കേട്ടോ. ഇത് ചെയ്തിട്ട് കുറച്ചായി, ഒരു 6 വർഷത്തോളം ആയിട്ടോ ചെയ്തിട്ട്. നമ്മുടെ റീസർവീസിന് വന്ന സമയത്ത് ഞാൻ അതിൻ്റെ വീഡിയോ എടുക്കാമെന്നുള്ളൂ. നിങ്ങളൊന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. വണ്ടിയെ നോക്കുക, CI എഞ്ചിനാണ്. ഫ്രണ്ടും ബാക്കും അലോയ്സ് ചെയ്തിട്ടുണ്ട്. ഫ്രണ്ട് ആൻഡ് റിയർ ഡിസ്ക് ചെയ്തതാണ്. ഇത്ര ഫ്രഷ്നെസ് ഒന്നും ഫീൽ ചെയ്യില്ല, കാരണം 6 വർഷത്തോളമായി വർക്ക് എടുത്തിട്ടുള്ളൊരു വണ്ടിയാണ് കേട്ടോ. 6 വർഷത്തോളം ഇത് ചെയ്തിട്ട്. എന്നാലും കുഴപ്പമില്ലാത്ത രീതിയിൽ പാർട്ടി നീറ്റായിട്ട് കീപ്പ് ചെയ്യുന്നതുകൊണ്ട് തന്നെ പൊടി പിടിച്ച് കിടക്കുന്നുള്ളൂ. പെയിന്റും കാര്യങ്ങളൊന്നും ആയിട്ടില്ല, ബഫിങ് ആണെങ്കിലൊന്നും ആയിട്ടില്ല. പാർട്ടി അത്രയും ക്ലീൻ ആയിട്ട് കൊണ്ടെടുക്കുന്ന ഒരാളാണ്. ഇങ്ങനെയൊക്കെ ആർക്ക് ഇപ്പോൾ ആ ഒരു സമയത്ത് ക്ലാസിക് ഇറങ്ങിയ സമയത്ത് ഒരു ട്രെൻഡിങ് ആയിരുന്നു ക്ലാസിക്കിലേക്ക് കൺവേർട്ട് ചെയ്യുക എന്നുള്ളത്. ഇപ്പം അങ്ങനെയൊന്നും ആ ഒരു കാര്യങ്ങളൊന്നുമില്ല. അപ്പം CI എഞ്ചിൻ്റെ ആ ഒരു പിന്നെ പഴയ രീതിയിൽ തന്നെ റിസ്റ്റോർ ചെയ്യുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ ട്രെൻഡിങ്. പഴയ പരമ്പരാഗത രീതിയിൽ ആ ഒരു വണ്ടി കൊണ്ടെടുക്കുക എന്നുള്ളതാണ് ആളുകൾ അപ്പോഴത്തെ ക്രേസ് കേട്ടോ. ഇപ്പം ഇങ്ങനെയൊന്നും ആരും ചെയ്യുന്നില്ല. അപ്പോൾ ആ ഒരു ടൈമിൽ ഇങ്ങനെ നല്ല രീതിയിൽ ചെയ്തിരുന്ന സമയമായിരുന്നു. ഫോൾഡബിൾ ആണ് വെച്ചേക്കുന്നത്. ഫ്രണ്ട് ആണെങ്കിൽ ഇപ്പോൾ തണ്ടർബേർഡിൻ്റെ ആണ് ചെയ്ത്. ഫ്രണ്ട് ഡിസ്പ്ലേക്കൊക്കെ വൈബറിൻ്റെ ഒറിജിനൽ തന്നെയാണ്. ഫോർക്ക് അസംബ്ലി 500 ആണ് വെച്ചേക്കുന്നത്. ഒരു ഷോർട്ടായിട്ടൊരു വീഡിയോ ഒരുപാട് ആളുകൾ ക്ലാസിക്കിലേക്ക് കൺവേർട്ട് ചെയ്ത ഒരാൾ പിന്നെ വീഡിയോസ് കാണണമെന്ന് ചോദിച്ചിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ഇതിലാണ് ഇപ്പോൾ ഞാൻ വീഡിയോ ചെയ്യുന്നത് കേട്ടോ. അപ്പം ഈ കവറൊക്കെ അന്നൊരു ഭംഗിക്ക് വേണ്ടി ഇലക്ട്രയുടെ പിന്നെ പ്ലസ് കവർ ഇടുക, ഔട്ടർ കവർ ഇട്ടാണ് ചെയ്ത് കേട്ടോ. അപ്പോൾ അടുത്ത ഒരു വീഡിയോ CI എഞ്ചിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള റിസ്റ്റോർ ചെയ്ത വണ്ടിയിട്ടുള്ള കറക്റ്റ് ഡീറ്റെയിൽസും കാര്യങ്ങളും അതിന് എത്ര കോസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അടുത്ത വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാം. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.